ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ എന്തൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പ കൊണ്ടിട്ട് ഒരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇത് കപ്പയാണെന്ന് നമ്മൾ പറയൽ, പക്ഷേ ചില നാട്ടിൽ പൂളാന്നും പറയും, പിന്നെ വേറെ എന്തൊക്കെ പറയും. എനിക്ക് ഈ രണ്ട് പേര് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതെന്താ പറയാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 കിലോ പൂളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചിടുകയാണ്. പിന്നെ ഇത് ഷുഗർ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലത്തെ ഫുഡാണ് കേട്ടോ. അത് പത്തിരിയൊന്നും ചപ്പാത്തിയും പത്തിരിയൊന്നും ആക്കിയിട്ടില്ല. പക്ഷെ ഉമ്മ പറയുന്നുണ്ട് ഷുഗറാണല്ലോ നമുക്ക് ഷുഗറുള്ള ആളാണ്. അപ്പോൾ നമുക്ക് തിന്നാൻ പേടിയാണ്. ഷുഗർ ഉണ്ടാകുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ്, കപ്പ, പിന്നെ അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തിന്നാൻ പേടിയാണ്. ഷുഗർ കൂടുമെന്ന് പറഞ്ഞിട്ട് പേടിയാണ്. പിന്നെ ഒരു ദിവസമൊക്കെ അല്ലേ, എപ്പോഴും നമ്മൾ ഉണ്ടാക്കണമെന്നില്ലല്ലോ. നമ്മൾ ഇപ്പോൾ ഇന്ന് അടിപൊളിയാണ് ഉണ്ടാക്കാൻ പോണത്. വെറൈറ്റിയാണ്. സാധാരണ പൂള പുഴുങ്ങൽ അല്ലെ പൂള കറി വെക്കൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് അതൊന്നും അല്ല, അതിനകത്ത് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിതാ പൂളൊക്കെ കഴുകി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ പാകാമെന്ന് തോന്നുന്ന നമ്മളിതാ ഈ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം അതിലിട്ടിട്ടുണ്ട്. അതിന് മേലെ കൂടെ ആയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഉപ്പും അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പാണ് ഇടേണ്ടത് കേട്ടോ. അങ്ങനെ പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഞാനൊരു 3 വിസിലാണ്, 3 വിസിൽ വരുന്നവരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ ചെയ്തതിന് ശേഷം പ്രഷർ ഒഴിവാക്കിയിട്ടില്ല, സാവധാനം നമ്മൾ മൂടി തുറന്നതാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ടിട്ട് നമ്മളിത് തേങ്ങ ചിരകിയിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഒക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സമയം എടുക്കുന്നിടത്തേക്ക് നമ്മൾ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. അത് വെന്തതിന് ശേഷം നമ്മൾ പ്രഷറൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ കൊട്ടയിൽ കുറച്ച് വെള്ളം ഊറ്റാനും വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് വലിയതായിട്ടുള്ള ചൂടാറൊന്നും വേണ്ട. കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ നമ്മളിത് കേട്ടോ. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾ സാധാ പാത്രത്തിലും വെച്ചാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ വേഗം വേണ്ടിയിട്ട് ഞാൻ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഫസ്റ്റ് 2-ാം പാൽ ഒഴിക്കുക. നമ്മൾ 2-ാം പാൽ എത്ര എടുത്തത്, 2-ാം പാൽ മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ഇളക്കുക കേട്ടോ. മൂടി വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കുക, പിന്നെ തുറന്നിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ 3 വിസിലതിനെ കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ തുറന്നിട്ടിട്ട് തന്നെ വേവിക്കുകയാണ്. അപ്പോൾ അത് നല്ലപോലെ വേവിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതാ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കാം. ചെറിയുള്ളി നല്ലതിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ പേസ്റ്റ് ആക്കണ്ട, മിക്സിയിൽ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് രൂപത്തിലാക്കണ്ട, ഒന്ന് ട്രിക്ക് പറഞ്ഞിട്ടുള്ള ഇതാക്കിയിട്ട് ഒന്ന് എടുക്കട്ടോ, ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരുമിച്ചാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മിക്സിയിലാക്കിയിട്ട് ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. അങ്ങനെ കാണണം, അങ്ങനെ ചതച്ച പോലെ മറ്റേ അമ്മിക്കല്ലുമ്മലൊക്കെ കുത്തിയിട്ട് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പൂള ഈ പാലൊക്കെ കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം. അപ്പോൾ ചെറിയ ഉള്ളിൻ്റെ ചുവന്നുള്ളിൻ്റെ ഒക്കെ നല്ലോണം അതിൽ മിക്സ്ഡ് ആവും. അപ്പോൾ ഇതിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. നമ്മൾ കുറച്ച് ചെറിയൊരു പാത്രത്തിലായിപ്പോഴും എടുത്തത്, അതുകൊണ്ടിട്ട് ഇളക്കാനുള്ള ഇതില്ല. പിന്നെയും പാത്രം മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് മടിയായത് കൊണ്ടിട്ട് ഞാൻ മാറ്റാനില്ല, അതിൽ തന്നെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുറച്ച് വെന്തിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല മിക്സ് ആകാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം 1-ാം പാൽ എടുക്കാം. 1-ാം പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് മൊത്തത്തിൽ 1-ാം പാൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ 1-ാം പാൽ ഒഴിച്ചപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്, ഇളക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, നമ്മളത് ഇറക്കിയില്ല, അതിൽ തന്നെ വാശിയോട് അതിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് പിന്നെ നമ്മൾ വറ്റാണല്ലോ ചെയ്യുക, കൂടൂലല്ലോ. അപ്പോൾ അതിൽ തന്നെ അതുകൊണ്ടിട്ടാണ് വെച്ചത്. അങ്ങനെ അതും ഒഴിച്ചിട്ട് അത് നല്ലപോലെ കുറച്ചുകൂടി ഉപ്പിടുക കേട്ടോ. ഇത്രയും കൂടി ഉപ്പിട്ടിട്ട് നല്ലപോലെ അത് ആ 1-ാം പാലും ഒന്നുകൂടി വറ്റുന്ന വരെ നമ്മളത് തീ കത്തിക്കാം. അപ്പോൾ നമ്മളിതാ 1-ാം പാൽ കുറച്ചൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് എത്ര വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ഈ കപ്പയിൽ
തീ ഓഫാക്കി കഴിഞ്ഞാലും ആ വെള്ളമൊക്കെ വറ്റിയെടുക്കും. അങ്ങനെയാണല്ലോ നമ്മളിത് കപ്പ ഉണ്ടാകുക. അങ്ങനെ അത് നമ്മൾ കുറച്ച് വറ്റിയതിന് ശേഷം നമ്മൾ അത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇറക്കിയിട്ട് ഒരു പാൻ എടുക്കുക. വറവിടാനുള്ള ആവശ്യത്തിന് നമ്മൾ ചെറിയുള്ളി കുറച്ചധികം ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ മുറിച്ചിടുക. പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കുറച്ചധികം എണ്ണ ഒഴിക്കുക, കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതായി ചെറിയുള്ളി ഇടുകയാണ്. ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെറിയുള്ളി ഇടുകയാണ്. ചെറിയുള്ളി ഒന്ന് വാടിയെന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വറ്റൽമുളകും പിന്നെ കറിവേപ്പില അതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് ഇത് കണ്ടിട്ട് പരീക്ഷിക്കുന്ന ആളാണെങ്കിൽ പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം കമൻറ്റിൽ വന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഇത് ചെയ്തതാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എങ്ങനെയൊക്കെ ചെയ്യണതാക്കണതുള്ളതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യട്ടെ. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ഫുഡാണ് ഉണ്ടാകുക. എല്ലാവരും അധികവും ഈ പിന്നെ പൂളക്കറി അല്ലെങ്കിൽ കപ്പക്കറി അങ്ങനത്തെ ഒക്കെ ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു പൂള കൊണ്ട് വെറൈറ്റി ഐറ്റംസാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. അങ്ങനെതാ നമ്മളിതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ള ആ കപ്പയിലേക്ക് ഇത് മൊത്തത്തിലേക്ക് ഇടുക കേട്ടോ. അങ്ങനെ അതൊക്കെ മൊത്തത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് നമ്മൾ ഇളക്കുക കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾ ഇതിലിപ്പോൾ ഇളക്കാൻ കഴിയാത്തതിനെ കൂടി ഞാൻ വേറെ പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കിയതാണ്. അങ്ങനെ മൊത്തത്തിൽ നല്ലപോലെ ഇളക്കുക, എല്ലാ ഭാഗത്തും ഇതാവുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും 10 മണിക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് അതെല്ലാം ഇളക്കി കഴിഞ്ഞ് നമ്മളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും ഉമ്മയും വാപ്പയൊക്കെ ഉണ്ട്. മക്കളൊക്കെ ഓരോ സ്കൂളിൽ പോകാൻ നേരത്തേനെ കൊണ്ടിട്ട് ഓരോ ഭാഗത്തു നിന്ന് കഴിക്കുന്നുണ്ട്. യൂണിഫോം മാറ്റുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, പുസ്തകം എടുത്ത് വെക്കുന്നുണ്ട്, ഒക്കെ ഓരോന്നോരോന്നിട്ട്. അപ്പം നമ്മളും ഓരോ കൂട്ടത്തിൽ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ അതാ ഉമ്മയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്